വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ്റെ അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അക്കൗണ്ടിംഗ് ഇക്വേഷനെ കുറിച്ചാണ്. എന്താണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? The recording of business transaction in the books of account is based on a fundamental equation is called accounting equation. നമ്മുടെ ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരു ഫണ്ടമെന്റൽ ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഫണ്ടമെന്റൽ ഇക്വേഷൻ പറഞ്ഞ പേരാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്താണ് വരുന്നത്? അസറ്റ്സ് ഈക്വൽ ടു ഇക്വിറ്റി. ഇവിടെ ജസ്റ്റ് അതിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നുള്ളത് കൊണ്ടാണ് ലൈനായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തെന്താണ്? അസറ്റ്സ് ഈക്വൽ ടു ഇക്വിറ്റി എന്നുള്ളതാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. അസറ്റ്സ് ഈക്വൽ ടു ഇക്വിറ്റി, ടോട്ടൽ അസറ്റിൻ്റെ എമൗണ്ടും ടോട്ടൽ ഇക്വിറ്റിൻ്റെ എമൗണ്ടും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് നിങ്ങൾ കണ്ടില്ലേ, അസറ്റ് സൈഡ് ഈക്വൽ ആണ് ലയബിലിറ്റി സൈഡ് വരുന്നത്. ഒക്കെ അക്കൗണ്ടിംഗ് ഇക്വേഷൻ്റെ ബേസിലാണ് അതൊക്കെ വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. അത് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇല്ലുസ്ട്രേഷൻ ഇല്ലുസ്ട്രേഷൻ 4, പേജ് നമ്പർ 64. പേജ് നമ്പർ 64 നോക്കുക. ഇല്ലുസ്ട്രേഷൻ 4 ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തെങ്കിൽ നമുക്ക് സൊല്യൂഷൻ നോക്കാം. ചോദ്യം വരുന്നത് ഇല്ലുസ്ട്രേഷൻ 4 ആണ്, പേജ് നമ്പർ 64 ആണ് അല്ലേ. അപ്പോൾ നമുക്കതിൻ്റെ ആദ്യം നമ്മൾ ഫോർമാറ്റ് എഴുതിയെടുക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ഫോർമാറ്റ് മാത്രം എഴുതിയെടുക്കുക. എന്തൊക്കെ എഴുതണ്ടേ? സീരിയൽ നമ്പർ, ട്രാൻസാക്ഷൻ, അസറ്റ്സ്, ക്യാഷ്, ഗുഡ്സ്, ഡെപ്റ്റേഴ്സ്, അത് ടോട്ടൽ ചെയ്യാനൊരു കോളം, പിന്നെ ഇക്വിറ്റി, ലയബിലിറ്റി, ക്യാപിറ്റൽ, അത് ടോട്ടൽ ചെയ്യാനൊരു കോളം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഹെഡിങ്സ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? നീട്ടി വരക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഇടപാടുകൾ എഴുതി തുടങ്ങാം. ഇത് എഴുതിയെടുക്കുക കേട്ടോ. ആദ്യം നിങ്ങൾ ഈ ഫോർമാറ്റ് ഒന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സൊല്യൂഷൻസ് നോക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾ എഴുതി പോവുകയും ചെയ്യാം. ഫസ്റ്റ് വണ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? പ്രിപ്പയർ അക്കൗണ്ട് ഇക്വേഷൻ ഫ്രം ദി ഫോളോവിങ് ട്രാൻസാക്ഷൻസ് അല്ലേ. അക്കൗണ്ട് ഇക്വേഷൻ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇടപാട് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താ? ഹേമന്ത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഹേമന്ത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഇങ്ങനെ വരുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷിൽ എമൗണ്ട് എഴുതുക, പിന്നെ എന്താ എഴുതുക? ക്യാപിറ്റൽ എമൗണ്ട് എഴുതുക. അതേപോലെ പഠിച്ചു വെക്കുക, അത്രയേ ഉള്ളൂ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ക്യാഷിലും എമൗണ്ട് എഴുതുക, ക്യാപിറ്റലും എമൗണ്ട് എഴുതുക എന്നുള്ളതാണ്. ക്ലിയർ? ബാക്കിയുള്ളതിലൊന്നും എമൗണ്ട് ഇല്ല, അതുകൊണ്ടാണ് ഗുഡ്സിൽ എമൗണ്ട് ഇല്ല, ഡെപ്റ്റേഴ്സിൽ എമൗണ്ട് ഇല്ല, അപ്പോൾ 0 എന്ന് എഴുതാം. അതേപോലെ തന്നെ ലയബിലിറ്റിയിൽ എമൗണ്ട് ഇല്ല, ക്യാപിറ്റൽ എമൗണ്ട് 3 ലക്ഷം ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ കോൾ എഴുതണ്ടേ? 3 ലക്ഷം പ്ലസ് 0 പ്ലസ് 0. ഇവിടെ വേറെ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് 3 ലക്ഷം എഴുതി. പിന്നെ അടുത്ത ഇവിടെ 0 ആണ്, വെറും 3 ലക്ഷം ഉള്ളൂ. അപ്പോൾ ടോട്ടൽ 3 ലക്ഷം തന്നെ വരിക. ക്ലിയർ അല്ലേ? ഈ 3 ലക്ഷം എങ്ങനെ കിട്ടിയത്? ഈ ടോട്ടലാണ് 3 ലക്ഷം, ഈ ടോട്ടലാണ് 3 ലക്ഷം. ഇവിടെ 0 ഒക്കെ ആയതുകൊണ്ടാണ് 3 ലക്ഷം വന്നത്. ക്ലിയർ? അടുത്തെന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഏത് ഇടപാട് നടക്കുകയാണെങ്കിലും 2 എഫക്റ്റ് ഉണ്ടാവും അല്ലേ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് പർച്ചേസ് ചെയ്തു. എന്തിന്? ക്യാഷിന്. അപ്പം എന്താണ്? ക്യാഷ് പോയി, ഗുഡ്സ് വന്നു അല്ലേ. ക്യാഷ് പോയി, ഗുഡ്സ് വന്നു. ക്യാഷ് എത്ര പോയി? 80,000 ഗുഡ്സ് അല്ലേ വാങ്ങി, അപ്പോൾ 80,000 റുപ്യൻ്റെ ക്യാഷ് പോയി. പിന്നെ എന്താ ഉള്ളത്? ഗുഡ്സ് എത്ര വന്നു? 80,000 ഗുഡ്സ് വന്നു. ക്ലിയർ? പിന്നെ ഡെപ്റ്റേഴ്സ് ഒന്നുമില്ല. ഡെപ്റ്റേഴ്സ് എപ്പോഴാണ് വരിക? കടത്തിന് സാധനങ്ങൾ വിൽക്കുമ്പോഴാണ് ഡെപ്റ്റേഴ്സ് വരിക. ഇവിടെ അതൊന്നല്ലല്ലോ. യെസ്. പിന്നെ അടുത്തെന്താണ്? ലയബിലിറ്റിയിലൊന്നുമില്ല, ക്യാപിറ്റലിൽ ഒരു മാറ്റം വന്നിട്ടില്ല. യെസ്. ഇനി ന്യൂ ഇക്വേഷൻ ആണ്. ന്യൂ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ ഇടപാടുമായിട്ട് കമ്പയർ ചെയ്യുക അല്ലേ. നേരത്തെ എന്തല്ല ക്യാഷ് എത്ര ഉണ്ടായിരുന്നത്? 3 ലക്ഷം ഉണ്ടായിരുന്നത്. ഇപ്പം എത്ര പോയി? 80,000 പോയി. അപ്പോൾ എത്ര എമൗണ്ട് ഇപ്പം ഉണ്ട്? 2,20,000 രൂപയാണ് ക്യാഷ് ഉള്ളത്. പിന്നെ ഗുഡ്സ് മുൻപൊന്നുമില്ല, 80,000 വന്നു, അപ്പോൾ 80,000 ഇറക്കി ചെയ്ത്. ഡെപ്റ്റേഴ്സ് ഒന്നുമില്ല, 0 എടുത്ത് എഴുതി. ഇനി ഇതും കൂട്ടിയതാണ് ഇത് 3 ലക്ഷം. ലയബിലിറ്റി ഇറക്കിയത് 0. 3 ലക്ഷമാണുള്ളത്, മാറ്റൊന്നും വരാത്തതുകൊണ്ട് 3 ലക്ഷം ഇറക്കിയത്.
3 ലക്ഷവും 0 കൂട്ടിയതാണ് ഇവിടെ 3 ലക്ഷം എന്ന് പറഞ്ഞത്. ഇവിടെ 0 ആയതുകൊണ്ട് ആ എമൗണ്ട് തന്നെ ഇറക്കി. അപ്പോൾ എന്താണ് അവസ്ഥ? അസറ്റിൻ്റെ ടോട്ടൽ എത്ര വരുന്നത്? 3 ലക്ഷം. ലയബിലിറ്റിൻ്റെ ടോട്ടൽ എത്ര, അഥവാ ഇക്വിറ്റിൻ്റെ ടോട്ടൽ എത്ര വരുന്നത്? 3 ലക്ഷം. അതാണ് നമ്മൾ അക്കൗണ്ട് ഇക്വേഷനിൽ പറയുന്നത് അസറ്റ്സ് ഈക്വൽ ടു ഇക്വിറ്റി എന്ന് പറയുന്നത്. ഏത് ഇടപാട് നടന്നാലും ന്യൂ ഇക്വേഷൻ വരുമ്പോൾ അതിന് ടോട്ടൽ, അസറ്റിൻ്റെ ടോട്ടലും അതുപോലെ തന്നെ ഇക്വിറ്റിയുടെ ടോട്ടലും ഒന്നായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. അതാണ് അക്കൗണ്ട് ഇക്വേഷന്റെ പ്രത്യേകത. ക്ലിയർ? ഇനി അടുത്ത എന്താണ് ഇടപാട് വരുന്നത്? അടുത്ത ഇടപാട് വരുന്നത് സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് 30,000 ഫോർ 45,000. അതിന്റെ മീനിങ് എന്താ പറഞ്ഞത്? 30,000 വിലയുള്ള സാധനങ്ങൾ 45,000 രൂപക്ക് വിറ്റു അല്ലെ. 30,000 വിലയുള്ള സാധനങ്ങൾ 45,000 രൂപക്ക് വിറ്റു. അപ്പൊ അതിന്റെ എഫക്ട് എന്താണ്? 30,000 റുപ്യന്റെ സാധനം പോയി, ഗുഡ്സിൽ മൈനസ് 30,000. എത്ര രൂപ വന്നു? 45,000 റുപ്യ കിട്ടി. അപ്പൊ ക്യാഷിൽ 45,000 എഴുതി. പിന്നെ വേറെ എഫക്ട് എന്താ ഉള്ളത്? 30,000 റുപ്യന്റെ സാധനം 45,000 റുപ്യക്ക് വിറ്റു എന്ന് പറയുമ്പോൾ നമുക്ക് 17,000 രൂപ ലാഭമാണ്. അത് ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യുക. ലാഭമാണെങ്കിൽ ക്യാപിറ്റൽ ആഡ് ചെയ്യുക, നഷ്ടമാണെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യുക. ക്ലിയർ? വേറെ ഒന്നുമില്ല. ലയബിലിറ്റിയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് 0 ഇട്ടു, ഡെപ്റ്റേഴ്സിലൊന്നും ഇല്ലാത്തതുകൊണ്ട് 0 ഇട്ടു. ഇനി ന്യൂ ക്യാഷ് എങ്ങനെ വരിക? പണ്ട് 2,20,000 ഉണ്ടായിരുന്നു അല്ലേ. 2,20,000 ഉണ്ടായിരുന്നു. ഇപ്പം എന്ത് ചെയ്തു? 45,000 റുപ്യ ക്യാഷ് വന്നു. അപ്പോൾ ടോട്ടൽ 265 ഉണ്ടാവും. മുൻപ് എത്ര ഉണ്ടായിരുന്നത്? 80,000 ഗുഡ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എന്ത് ചെയ്യും? 30,000 ഗുഡ്സ് പോയി. പിന്നെ എത്ര ഗുഡ്സ് ഉണ്ട്? 50,000 ഗുഡ്സേ കയ്യിലുള്ളൂ. ഇതും കൂട്ടിയതാണ് അസറ്റിന്റെ ടോട്ടൽ അല്ലെ. 2,65,000 50,000 കൂട്ടിയതാണ് ഇത്. ഇനി അടുത്ത ലയബിലിറ്റി എന്താണ്? ഒരു മാറ്റവും ഇല്ല, അതുകൊണ്ട് ഇറക്കി എഴുതി. ക്യാപിറ്റൽ 15 ഉണ്ട്, മുമ്പ് 3 ലക്ഷം ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി? 3,17,000 ആയി. 3,17,000 0 കൂട്ടി കഴിഞ്ഞാൽ എന്തായി? 3,17,000. ചെക്ക് ചെയ്യൂ. അസറ്റിന്റെ ടോട്ടൽ 3,17,000 ആണ്, ഇക്വിറ്റിന്റെ ടോട്ടൽ 3,17,000 ആണ്. ഇങ്ങനെ ഏത് ഇടപാട് നടന്നാലും ഇങ്ങനെ തന്നെയാണ് വരിക. അസറ്റ്സ് ഈക്വൽ ടു ഇക്വിറ്റി. ഇതാണ് എന്ത് പറയുന്നത്? അക്കൗണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. അസറ്റ്സ് ഈക്വൽ ടു ഇക്വിറ്റി. അടുത്ത ഇടപാട് നോക്കാം. അടുത്ത ഇടപാടിന്റെ പ്രത്യേകത എന്താ? പർച്ചേസ് ഗുഡ്സ് ഫ്രം മോണിക്ക. പർച്ചേസ് ഗുഡ്സ് ഫ്രം മോണിക്ക ₹70,000. ഇവിടെയുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ക്യാഷിനാണോ കടത്തിനാണോ എന്നുള്ളത് മനസ്സിലാക്കണം. സാധാരണ രീതിയിൽ പേര് തരുമ്പോൾ അല്ലേ, പർച്ചേസ്ഡ് ഫ്രം ഗുഡ്സ് ഫ്രം മോണിക്ക എന്ന് മാത്രം തരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കടത്തിനാണ് വാങ്ങിയതെന്ന് മനസ്സിലാക്കണം. ഒരാൾ പേര് തരികയാണെങ്കിൽ അവിടെ എന്താണ്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. പർച്ചേസ് ഗുഡ്സ് ഫ്രം മോണിക്ക എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ, അപ്പോൾ അത് കടത്തിനാണെന്ന് മനസ്സിലാക്കുക. ഞാൻ എൻ്റെ കൂടെ വേറെ തരികയാണ്, പർച്ചേസ് ഗുഡ്സ് ഫ്രം മോണിക്ക ഫോർ ക്യാഷ് എന്നുള്ളത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഇവിടെ അല്ലല്ലോ, പർച്ചേസ് ഗുഡ്സ് ഫ്രം മോണിക്ക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണിത്? കടത്തിനാണ്. മോണിക്കൻ്റെ അടുത്ത് സാധനങ്ങൾ കടത്തിന് വാങ്ങി. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്താ വരിക? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ 4 ആണ് പർച്ചേസ് ഗുഡ്സ് ഫ്രം മോണിക്ക എന്ന് എഴുതിയ ട്രാൻസാക്ഷൻ അല്ലേ. ഇനി അടുത്ത് എന്താണ്? ക്യാഷ് പോയോ? സാധനത്തിന് പൈസ കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ക്യാഷ് പോവില്ല. അപ്പോൾ 0. ക്യാഷിൽ ചേഞ്ച് ഇല്ല. ഗുഡ്സ് വന്നോ? കടത്തിനാണെങ്കിൽ ക്യാഷിനാണെങ്കിലൊക്കെ ഗുഡ്സ് വരൂലേ? ഗുഡ്സ് വന്നു 70,000. ഡെപ്റ്റേഴ്സ് ഉണ്ടോ? ഇല്ല. ഇനി എന്താണ്? ബാധ്യത ഉണ്ടോ? പൈസ കൊടുക്കാത്തതുകൊണ്ട് എന്താണ്? പൈസ ബാധ്യതയാണ് അല്ലേ. കടത്തിന് വാങ്ങിക്കഴിഞ്ഞാൽ ബാധ്യതയാണ്. 70,000 ലയബിലിറ്റിയിൽ എഴുതി. 70,000 ലയബിലിറ്റിയിൽ എഴുതി. വേറെ എഫക്റ്റ് ഒന്നും ഇല്ല, ഇല്ലാത്തടത്തൊക്കെ 0 ഇട്ടു. ഓക്കെ. ഇനി ന്യൂ ക്യാഷ് വരുമ്പോൾ എങ്ങനെ വരിക? നേരത്തെ ന്യൂ ക്യാഷിൽ 265 ക്യാഷ് ഉണ്ടായിരുന്നത്. 265 + 0 അല്ലേ. ക്യാഷിൽ ഇപ്പോൾ മാറ്റം വന്നില്ല, അപ്പോൾ 265 ഇറക്കി എഴുതി. മുമ്പ് 50,000 ഗുഡ്സാണ് കയ്യിലുള്ളത്, ഇപ്പോൾ 70,000 ഗുഡ്സ് വന്നു. ടോട്ടൽ 120 ഗുഡ്സ് ഉണ്ടാവും. ഇനി എന്ത് ചെയ്യുക? ഇതും കൂട്ടിയതാണ് 3,85,000 എന്നുള്ളത്. അപ്പോൾ അസറ്റിന്റെ ടോട്ടൽ എത്രയാണ്? 3,85,000. ഇനി ലയബിലിറ്റി നോക്കാം. മുൻപ് 0 ആണ്, ഇപ്പോൾ 70,000 ബാധ്യത വന്നതുകൊണ്ട് ടോട്ടൽ 70,000 ആണ് വരുന്നത്. മുമ്പ് ക്യാപിറ്റൽ 3,17,000 ആണ്, ഇവിടെ മാറ്റമൊന്നും വരാത്തതുകൊണ്ട് ടോട്ടൽ 3,15 ആണ്. ഇനി 3,15ഉം 70ഉം കൂട്ടി കഴിഞ്ഞാൽ 3,85 കിട്ടും. അപ്പോൾ എന്താണ്? അസറ്റിന്റെ ടോട്ടൽ 3,85 ആണ്, ഇക്വിറ്റിന്റെ ടോട്ടൽ 3,85 ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ കഴിയുന്നതോടെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് A to Z കാര്യങ്ങൾ മനസ്സിലാവും, അത് ഉറപ്പാണ്. 5ാമത്തെ ഐറ്റം നോക്കുക. സാലറി പെയ്ഡ്. സാലറി പെയ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ്പെൻസ് ആണ് അല്ലേ. സാലറി പെയ്ഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്.
എക്സ്പെൻസസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്യാഷിൽ നിന്നും കുറക്കുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ക്യാപിൽ നിന്ന് കുറക്കുക. ക്യാഷിൽ നിന്നും കുറക്കുക, ക്യാപിൽ നിന്ന് കുറക്കുക. ഇനി അതൊരു ഇൻകം ആണെങ്കിൽ, അത് വേറെ അടുത്ത വരുന്നുണ്ട്, കമ്മീഷൻ റെസീവ് എന്ന് കാണിക്കുന്നില്ലേ? അതൊരു ഇൻകം ആണെങ്കിൽ എന്ത് ചെയ്യുക? ക്യാഷിന്റെ കൂടെ കൂട്ടി എഴുതുക, ക്യാപിലിന്റെ കൂടെയും കൂട്ടി എഴുതുക. രണ്ടും ഒരേപോലെ ചെയ്യണം. സാലറി പെയ്ഡ് പറയുമ്പോൾ ക്യാഷിൽ നിന്ന് 7000 കുറച്ചു, അതേപോലെ ക്യാപിൽ നിന്നും 7000 കുറച്ചു. ക്ലിയർ? അവന് വേറെ മറ്റിടത്തൊന്നും വേറെ ഒന്നും ഇല്ലേ? ഗുഡ്സിലും ഇതിലും ഒന്നുമില്ല, അതുകൊണ്ട് 0 ഇട്ടു. ഇനി അടുത്തെന്താണ്? ന്യൂ ഇക്വേഷൻ. 2.65 മുമ്പ് ഉണ്ടായിരുന്നത്. സാലറി 7000 കൊടുത്തപ്പോൾ ബാക്കി എത്ര ഉണ്ട്? പൈസ പോയി. ബാക്കി എത്ര ഉണ്ട്? 2.58. 1.20 ഗുഡ്സ് മാറ്റൊന്നും വരാത്തോണ്ട് 1.20 എടുത്ത് എഴുതി. ഇവിടെ മാറ്റൊന്നുമില്ല, 0 എടുത്ത് എഴുതി. ടോട്ടൽ ചെയ്യണ്ടേ? ഇതേ പ്ലസ് ഇതാണ് 3.78. ന്യൂ ഇക്വേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നോക്കുക, ടോട്ടൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നോക്കുക. അത് മനസ്സിലാക്കി വെച്ചാൽ മതി. കഴിഞ്ഞ ന്യൂ ഇക്വേഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പുതിയ ന്യൂ ഇക്വേഷൻ ഉണ്ടാക്കുക അല്ലേ? അപ്പൊ ഇതേപോലെ ഇവിടെയും 70,000 ഉള്ളത് ഇറക്കി എഴുതി, മാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് 3.15 അല്ലേ? അതിന് 7 പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കി 3.8 ഉണ്ടാവുള്ളൂ. 3.8ഉം 70ഉം കൂട്ടും 3.78. അപ്പൊ നോക്കി, അസറ്റിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 3.78 ആണ്, ഇക്വിറ്റിന്റെ ടോട്ടൽ 3.78 ആണ് അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യും? അസറ്റ്സ് ഈക്വൽ ടു ഇക്വിറ്റി. വീണ്ടും പ്രൂവ് ചെയ്യുന്നു അല്ലേ? ഇനി അടുത്തെന്താണ്? കമ്മീഷൻ റെസീവ്ഡ് ആണ്. കമ്മീഷൻ റെസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മീഷൻ റെസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൈസ കിട്ടുകയാണ് അല്ലേ? പൈസ കിട്ടുക എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാഷിന്റെ കൂടെ കൂട്ടി ചെയ്ത, ക്യാപിറ്റലിൽ നിന്ന് ക്യാപിറ്റലും കൂട്ടി ചെയ്ത. അപ്പൊ 2.58 കൂടെ അല്ലെ 5 കൂടുമ്പോ 2.63. 1.20 മാറ്റൊന്നുമില്ല, 1.20 ഇറക്കി എഴുതി. ഇവിടെ ഒന്നുമില്ല, മാറ്റില്ല എഴുതി. ഈ ടോട്ടൽ ചെയ്യുമ്പോൾ ഇതും രണ്ടും കൂട്ടി എഴുതി 3.83. 70 ഇറക്കി എഴുതി. 3.8ഉം 5ഉം കൂട്ടുമ്പോൾ 3.13 വരും. ഈ ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ 3.83 കിട്ടി. 70 പ്ലസ് 3.13 3.83. അപ്പോഴെന്താണ്? അസറ്റിന്റെ ടോട്ടലും ഇക്വിറ്റിന്റെ ടോട്ടലും ഈക്വൽ ആണ്. അടുത്ത ഇടപാട് വരുന്നത് എന്താണ്? അടുത്ത ഇടപാട് വരുന്നത് മോണിക്കക്ക് പേയ്മെന്റ് കൊടുക്കുന്നതല്ലേ? മോണിക്കക്ക് പേയ്മെന്റ് കൊടുക്കുന്നതാണ്. എങ്ങനെയാ പറഞ്ഞുള്ളത്? പെയ്ഡ് ക്യാഷ് ടു മോണിക്ക ഇൻ ഫുൾ സെറ്റിൽമെന്റ്. മോണിക്കക്ക് ശരിക്കും എത്ര കൊടുക്കാനുള്ളത്? 70,000 രൂപ കൊടുക്കാനുള്ളത് അല്ലേ? നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്. മോണിക്കക്ക് എത്ര കൊടുക്കാനുള്ളത്? 70,000 ആണ് കൊടുക്കാനുള്ളത്. അതിൽ എത്ര കൊടുക്കുന്നത്? 69,000 കൊടുത്തിട്ട് ഫുൾ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെറും കൊടുത്തത് മാത്രമല്ല, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പെയ്ഡ് ക്യാഷ് ടു മോണിക്ക ഫുൾ സെറ്റിൽമെന്റ് അല്ലേ? ഫുൾ സെറ്റിൽ ചെയ്തു. എത്രയ്ക്ക്? 69,000. അപ്പൊ 1000 രൂപ വരെ എന്ത് ചെയ്തു? ഡിസ്കൗണ്ട് തന്നതാണ് അല്ലേ? 70 കൊടുക്കാനുള്ളടത്ത് എന്ത് ചെയ്തു? 69 സെറ്റിൽ ചെയ്തു പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1000 രൂപ ഡിസ്കൗണ്ട് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പൈസ കൊടുത്തത് എത്രയാണ്? 69. ക്യാഷിൽ 69. ഇതൊക്കെ എഴുതണം കേട്ടോ, ഇത് പറയണില്ല എന്നുള്ളൂ, ഇത് എഴുതണം. 69 റുപ്യ ക്യാഷ് കൊടുത്തു, മൈനസ് 69. പിന്നെന്താണ്? നമുക്കൊരു 70,000 രൂപന്റെ ബാധ്യത പോയില്ലേ? ഇനി മോണിക്ക് ചോദിക്കാൻ വരുമോ? ഇല്ല. അപ്പൊ 70,000 രൂപന്റെ ബാധ്യത പോയി. അപ്പൊ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടി? 1000 രൂപ ലാഭം കിട്ടി. അത് ക്യാപിറ്റലിന്റെ കൂടെ ഇത്. ക്ലിയർ? 69 ക്യാഷ് പോയി, മൈനസ് 69. 70,000ത്തിന്റെ ബാധ്യത ഇല്ലാതായി, മൈനസ് 70,000. 1000 രൂപ ലാഭം 1000 എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ന്യൂ ക്യാഷിൽ വരുമ്പോ 2.63 69 പോയി. എമൗണ്ട് 1.20 മാറ്റമൊന്നുമില്ല. എമൗണ്ട് ഇനി അടുത്ത് എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യാം. ഇത് ഇനി എന്താണ്? 70 പോയി. ഇനി ബാധ്യത എന്തെങ്കിലും ഉണ്ടോ? മുമ്പ് 70,000 ഉണ്ട്, ഇപ്പൊ മൈനസ് 70,000 ആയി, 0 ആയി. മുമ്പ് 3.13 ക്യാപിറ്റൽ ഉണ്ട്, 1000 രൂപ ലാഭം 3.14. 3.14 പ്ലസ് 0 3.14. അസറ്റിന്റെ ടോട്ടൽ ഈക്വൽ ടു ഇക്വിറ്റിന്റെ ടോട്ടൽ. കറക്റ്റ് അല്ലേ? ഇനി അടുത്തെന്താണ്? 8ാമത്തെ കാര്യം വരുന്നത് ഗുഡ്സ് സോൾഡ് ടു രാഹുലാണ് അല്ലേ? ഗുഡ്സ് സോൾഡ് ടു രാഹുലാണ്. അവിടെയും വരുന്നുണ്ട്. എത്ര രൂപന്റെ ഗുഡ്സ് ആണ് വിറ്റിട്ടുള്ളത്? നോക്കണം. എത്ര രൂപന്റെ ഗുഡ്സ് ആണ് വിറ്റിട്ടുള്ളത്? ഗുഡ്സ് സോൾഡ് ടു രാഹുൽ എത്ര? 20,000 രൂപന്റെ സാധനം എത്ര രൂപയ്ക്കാണ് വിറ്റ്? 25,000 രൂപയ്ക്ക്. ഇതും കടത്തിനാണ് അല്ലേ? ഗുഡ്സ് സോൾഡ് ടു രാഹുൽ എന്ന് പറഞ്ഞ്. ഫോർ ക്യാഷ് എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. 4 rupees അല്ല, ഫോർ ക്യാഷ് തന്ന ക്യാഷിനാണ്. അല്ലെങ്കിൽ പേര് തന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? കടത്തിനാണ്. ഗുഡ്സ് സോൾഡ് ടു രാഹുൽ എന്ന് പറയുമ്പോൾ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 20,000 രൂപന്റെ ഗുഡ്സ് പോയി, അപ്പൊ മൈനസ് 20,000. കടത്തിന് ക്യാഷിനാണെങ്കിൽ ക്യാഷിൽ വരും, ക്യാഷിനല്ലാത്തതുകൊണ്ടാണ് അവിടെ വരാത്തത്. പിന്നെ സാധനങ്ങൾ വിൽക്കുമ്പോൾ അല്ലെ? വിൽക്കുമ്പോൾ എന്താണ്? പൈസ കിട്ടാനുണ്ട്. അപ്പോൾ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 25,000 രൂപയ്ക്കാണ് വിറ്റത്. 20,000ത്തിന്റെ സാധനങ്ങൾ വിറ്റു, അപ്പോൾ ഗുഡ്സ് 20,000 പോയി. കടത്തിനാണ് വിറ്റത്. കടത്തിന് വിൽക്കുമ്പോൾ എന്താണ്? അവർ പൈസ തരണം അല്ലേ?
അപ്പോൾ ഡെപ്റ്റേഴ്സാണ് വരുന്നത്. 25,000 രൂപ ഡെപ്റ്റേഴ്സിലാണ് വരിക. കടത്തിന് വിൽക്കുമ്പോൾ ഡെപ്റ്റേഴ്സാണ്. അപ്പോൾ 25,000. പിന്നെ വരുന്നത് എന്താ? ലാഭമല്ലേ? 5,000 രൂപ ലാഭം. അത് ക്യാപിറ്റൽ എടുത്ത് എഴുതി. ഇനി ഇക്വേഷൻ വരുമ്പോൾ എന്താണ്? ഇതും നോക്കിയിട്ട് 194 1,94,000 1,20 എന്ത് ചെയ്തു? 20 പോയി. അപ്പോൾ 1 ഉണ്ടാവും. പിന്നെ 25 റുപ്യൻ്റെ ഡെപ്റ്റേഴ്സ് ഇറക്കി എഴുതി. ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര? 319 കിട്ടും. ഇവിടെ എന്താണ്? ലാബിലിറ്റി ഒന്നുമില്ല. മുമ്പ് 314 ക്യാപിറ്റൽ എന്ത് ചെയ്തു? 5 കൂട്ടി കഴിഞ്ഞാൽ 319 കിട്ടും. 319 0 319. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് അക്കൗണ്ട് ഇക്വേഷൻ്റെ പ്രോബ്ലം ചെയ്യുന്നത്? ഇതെല്ലാം കൃത്യമായി മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വീഡിയോ ഒന്നുകൂടെ കാണുക. ഓക്കെ, അതോടെ എല്ലാം ക്ലിയർ ആവും. എന്നിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ചോദ്യമായിട്ട് കാണാം. താങ്ക് യു.